അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ മുത്താലിം സുഹൃത്തുക്കളെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും കാരുണ്യവും എന്ന വിഷയത്തിൽ ഞാൻ അല്പം സംസാരിച്ചുകൊണ്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. സ്നേഹവും കാരുണ്യവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമുദ്രയാണ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും എല്ലാ നിമിത്തങ്ങളും സമഗ്രവും സമ്പൂർണ്ണമായി ഒത്തുചേർന്ന ഒരേ ഒരു നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്തെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചതും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. സ്നേഹവും കാരുണ്യവും വരണ്ടുണങ്ങിയ 6-ാം നൂറ്റാണ്ടിൽ പ്രപഞ്ചത്തോളം വിശാലമായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉജ്ജ്വലമായ സന്ദേശവുമായി അവിടുന്ന് രംഗത്ത് വന്നു. നൂറ്റാണ്ടുകളോളം പരസ്പര സ്പർദ്ധയുടെയും നിസാര പ്രശ്നത്തിന്റെയും മേൽ പരസ്പരം കടിച്ചു കീറിയ അറബ് ജനതയെ പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഉത്തുംഗത്തിലേക്ക് കൈപിടിച്ചാനയിച്ചത് ആ സ്വഭാവ മഹിമ കൊണ്ടായിരുന്നു. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതും ആ യാഥാർത്ഥ്യമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വചരാചരൻക്കും അങ്ങേ അനുഗ്രഹമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. താൻ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒന്നുമില്ലാത്തിടത്തു നിന്നും തുടങ്ങി ഒരു വലിയ പ്രസ്ഥാനമായി എന്നെന്നും മാതൃകയാക്കാൻ പറ്റിയ ജനപദങ്ങളാക്കി മാറ്റിയതും ആ ഒരു സ്വഭാവ മഹിമ കൊണ്ടായിരുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും കാരുണ്യവും പ്രതീക്ഷിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത ഒരു സൃഷ്ടിയുമില്ല. വിശ്വാസിയും അവിശ്വാസിയും ഭേദമനസ്സർവരും അങ്ങനെ എല്ലാവരും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും കാരുണ്യത്തിൽ നിന്നും ആഗോളം ദാഹം തീർത്തുകൊണ്ടിരിക്കുന്നു. റസൂലുർ റഹ്മ, കാരുണ്യ പ്രവാചകൻ എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിശ്രേഷ്ഠമായ നാമവിശേഷങ്ങളിൽ ഒന്നാണ്. നീ ഭൂമിയിലുള്ളവരോട് കരുണാവേരാവുക, എങ്കിൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു തആല നിന്നോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും എന്നത് അവിടുത്തെ അർത്ഥസമ്പൂർണമായ ദർശനമായിരുന്നു. അതുകൊണ്ടാണല്ലോ മുഅ്മിനീങ്ങളെ ജോൺ വില്യം ഡോപ്പർ പ്രസ്താവിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനുഷ്യവർഗത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചത് തന്റെ നിസ്വാർത്ഥമായ സ്നേഹ വിപ്ലവം കാരണമായിരുന്നു. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്മേളിച്ച മഹത്ഗുണങ്ങൾ സമുദായങ്ങളെയും രാജ്യങ്ങളെയും വർഗങ്ങളെയും ഭരണകൂടങ്ങളെയും ഗതിമാറ്റുക തന്നെ ചെയ്തു. വിഷമകരം എന്ന് തന്നെ പറയട്ടെ, വർത്തമാന സാഹചര്യത്തിൽ ആധിക്യവും ആധിപത്യവും ആശങ്കാജനമാം വിധം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ തീവ്രവാദത്തിനെതിരെയുള്ള മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാഗ്രത ഉദ്ബോധനങ്ങൾ അതീവ ശ്രദ്ധേയമെന്നിരിക്കെ, തീവ്രവാദത്തിന്റെ തീക്കനലുകൾ ലോകമാകെ എരിഞ്ഞുകൊള്ളുന്ന വാർത്തകളും ദൃശ്യങ്ങളും ചാനലുകളും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടെററിസത്തിന്റെ പേരിൽ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും മുസ്ലിമുകളെ ഭീകരവാദികളായി മുദ്രകുത്തുകയും ചെയ്യുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ് മുഅ്മിനീങ്ങളെ. ഒരിക്കൽ മദീനയിൽ പട്ടിശല്യം സാർവത്രികമായപ്പോൾ മുഴുവൻ പട്ടികളെയും കൊന്നെടുക്കാമെന്ന അഭിപ്രായം പ്രസ്താവിച്ച തന്റെ അനുചരന്മാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നായകളും നിങ്ങളെ പോലെ തന്നെ ഒരു സമുദായമാണ്, അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവസരമുണ്ട് എന്നാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് പറഞ്ഞത്. വർത്തമാനകാലത്തിൽ തെരുവുനായകൾ മനുഷ്യന്മാരെ കൊന്നു തീർന്നുകയും കടിച്ചു കീറുകയും നിർദാക്ഷിണ്യം നോക്കി നിൽക്കുന്ന ജനകീയാവസ്ഥയിൽ പ്രസക്തമാണ് പ്രവാചകാധ്യാപനം. വീട്ടിൽ വളർത്തുന്ന പൂച്ചയോടും ചിറകൊടിന്റെ പക്ഷിയോടും ദാഹിച്ചു വലയുന്ന നായയോടും വെള്ളത്തിൽ വീഴാൻ പോകുന്ന ഉറുമ്പിനോടും വഴിയോരങ്ങളിലെ വൃക്ഷങ്ങളോടും ജലസ്രോതസ്സുകളോടും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യവും സ്നേഹവും മാത്രവുമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നാം മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിക്കൊണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ നാം ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.